ധ്വജപ്രണാമം ഗോപിജി. ഞാൻ വരും. സമയത്ത് തന്നെ വരും. ഉറപ്പ് ഉറപ്പ്. കാണാം കാണാം. ശരി. ആ അതേ, കേരളത്തിന് ഒരു വട്ടപൂജ്യം കൂടെ കൂട്ടിച്ചേർത്ത് ഞങ്ങള് കേരളം എന്നാക്കിയില്ലേ? അതിന്റെ സ്വീകരണ. എന്നുകൊണ്ട് ഓരോ സ്വീകരണങ്ങൾ ഓരോ സ്ഥലത്ത്. എത്രയെത്ര മിത്രങ്ങള് ഇതിനു വേണ്ടിയിട്ട് ഉറക്കൊഴിച്ചു, നോമ്പ് നോറ്റു, ശൂലം കുത്തി, ഉരുളി കമത്തി. 1000 വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനം മോദിജി കേട്ടു. ഞങ്ങള് മിത്രങ്ങളുടെ തീരാത്ത പ്രാർത്ഥനയായിരുന്നു. വാസ്തുപ്രകാരം ഇപ്പൊ ശരിയാണ്. ഇനി വികസിത കേരളം വരും, വരിക തന്നെ ചെയ്യും. അപ്പൊ വന്നത് ഇത് പറയാനല്ല, NHന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ല പോലും. ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കണോ? പണ്ട് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ വിളിച്ചിട്ടാണോ പോയെ? അങ്ങ് കയറി ചെന്നാ പോരെ. പിന്നെ ഇതൊക്കെ പിണറായി വരുത്തി വെച്ചത് തന്നെയാ. NHന്റെ ഓഫീസും പൂട്ടി അവര് പോവാൻ നിന്നപ്പോ പുറകെ ചെന്നിട്ട് ഭൂമി ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഫണ്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നോളാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നിർബന്ധിച്ചോ? മോദിജി നിർബന്ധിച്ചോ? ആ തങ്കപ്പെട്ട മനുഷ്യൻ, ദൈവതുല്യൻ, അങ്ങേരാരെ നിർബന്ധിക്കത്തൊന്നുമില്ല. അല്ലേലും ഈ പിണറായിക്ക് പണ്ടേ ഉള്ളതാ, കേന്ദ്രത്തെ നാണിപ്പിക്കാൻ വേണ്ടി ഓരോന്നങ്ങ് ഏറ്റെടുത്ത് ചെയ്യും. ഞങ്ങൾ വിട്ടുകൊടുക്കോ? ഇല്ല. ഞങ്ങൾക്ക് നാണമുണ്ടോ? മാനമുണ്ടോ? ഞങ്ങൾ എന്തോ ചെയ്ത്? പണ്ട് 2016 ഞങ്ങളുടെ സുരേന്ദ്രജി കുറച്ചു പൊറോട്ട കഷ്ണമില്ലാത്ത ഉള്ളിച്ചാറും കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു FB പോസ്റ്റ് ഇട്ടു, NH വിജയിപ്പിച്ചാൽ വിജയനെ സമ്മതിക്കുമെന്ന്. ഈ പുള്ളിക്കാരെ ഇതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ടോ 2018 വയൽക്കിളികളുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സുരേഷ് ഗോപി ചേട്ടൻ ഒരു വയൽക്കിളി മാർച്ച് നടത്തി കണ്ണൂർ വരെ. അതും ഏറ്റില്ല. പിന്നെ ഞങ്ങൾ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പും കുന്നായ്മയും നടത്തി. എന്നിട്ടോ കുറ്റിയും പറിച്ചുകൊണ്ട് ഓടി 5500 കോടി മുടക്കി റോഡുണ്ടാക്കി. NH വെണ്ണ പോലെ മെഴുകി അങ്ങ് ഇറങ്ങിപ്പോവും. ആക്സിഡന്റ് ഉണ്ടാവത്തില്ലയോ? പോരാത്തതിന് റീൽസ് വിട്ട്. ഇതൊക്കെ ഒരു ട്രിക്കാ. നിങ്ങൾ റോഡുണ്ടാക്കി, ഞങ്ങള് ഞെളിഞ്ഞിരുന്ന് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ വല്ലതും ചോദിച്ചാ നിന്റെ അമ്മായിയപ്പനോട് പോയി പറയാൻ പറയും. ഹലോ.